ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ആപ്പിൾ ഉപഭോക്താക്കൾ കാത്തിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള സിറി താമസിയാതെ എത്തുമെന്ന് റിപ്പോർട്ട്. ഗൂഗിൾ ജെമിനൈ AI അടിസ്ഥാനമാക്കിയാകും ഇതിന്റെ പ്രവർത്തനമെന്നാണ് വിവരം. പരിഷ്കരിച്ച AI വോയിസ് അസിസ്റ്റന്റ് 2026 മാർച്ചിൽ പുറത്തിറക്കാനാണ് ആപ്പിളിന്റെ പദ്ധതിയെന്നും റിപ്പോർട്ട്. ജെമിനി AIയുടെ പിൻബലം ലഭിക്കുന്നതോടെ കൂടുതൽ മികച്ച രീതിയിൽ ഉപഭോക്താക്കളോട് സംസാരിക്കാൻ സിരിക്ക് സാധിക്കും. സ്വാഭാവിക ഭാഷ മനസ്സിലാക്കാനും സന്ദർഭോചിതമായി പ്രതികരിക്കാനും അതിനാവും. ഐഫോണുകൾ, മാക്, ഹോം ഡിവൈസുകളിൽ ഉടനീളം ഇത് ലഭിക്കും. ഇതിനോടൊപ്പം AI സിരി സൗകര്യമുള്ള സ്മാർട്ട് ഹോം ഡിവൈസും ആപ്പിൾ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഒരു ശക്തമായ ലാർജ് ലാംഗ്വേജ് മോഡൽ നിർമ്മിക്കാൻ ആപ്പിളിന് ഇനിയും സാധിച്ചിട്ടില്ല. ആൻഡ്രോയിഡ് ഫോണുകളിലെ AI സംവിധാനത്തെ വെല്ലുവിളിക്കാൻ ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചറുകൾ അവതരിപ്പിക്കുന്നതിൽ കമ്പനിക്ക് വെല്ലുവിളിയായതും ഈ പരിമിതി തന്നെ. അതുകൊണ്ട് മറ്റ് AI പ്ലാറ്റ്ഫോമുകളെയാണ് ആപ്പിൾ ഇതിനായി ആശ്രയിക്കുന്നത്. ആപ്പിൾ ഉപകരണങ്ങളിലെ ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചറുകൾക്ക് വേണ്ടി നേരത്തെ തന്നെ ആപ്പിൾ ഓപ്പൺ AIയുമായി പങ്കാളിത്തമുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സിരിക്ക് വേണ്ടി ഗൂഗിളുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടേണ്ടി വന്നു. രസകരമായ കാര്യമെന്തെന്നാൽ ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലെ വോയിസ് അസിസ്റ്റന്റും ജെമിനി AI തന്നെയാണ്. കേവലം ആപ്പിൾ ഉപകരണങ്ങളിലെ ചില ജോലികൾ ചെയ്യാൻ ശബ്ദ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന വോയിസ് അസിസ്റ്റന്റ് എന്നതിലുപരി സ്വാഭാവിക ഭാഷ തിരിച്ചറിയാനും സംഭാഷണ രൂപേണ മറുപടി നൽകാനും സാധിക്കുന്ന AI അസിസ്റ്റന്റായി സിരി ഇതുവഴി പരിവർത്തനം ചെയ്യപ്പെടും. ജെമിനി, ChatGPT പോലെയുള്ള AI പ്ലാറ്റ്ഫോമുകളിലെ വോയിസ് അസിസ്റ്റന്റിന് സമാനമായിരിക്കും ഇത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ദക്ഷിണ കൊറിയയുമായി വമ്പൻ ഡീൽ പ്രഖ്യാപിച്ച് അമേരിക്കൻ ചിപ്പ് ഭീമനായ എൻവിഡിയ. ദക്ഷിണ കൊറിയൻ സർക്കാരിനും സാംസങ്, ഹ്യുണ്ടായി തുടങ്ങിയ പ്രമുഖ കമ്പനികൾക്കുമായി 2.6 ലക്ഷത്തിലധികം ബ്ലാക്ക്വെൽ AI ചിപ്പുകളാണ് എൻവിഡിയ വിതരണം ചെയ്യുക. ദക്ഷിണ കൊറിയൻ സർക്കാരിനും കമ്പനികൾക്കും 2,60,000-ലധികം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പുകൾ വിതരണം ചെയ്യുന്നതിനുള്ള കരാർ പ്രഖ്യാപിച്ച് അമേരിക്കൻ ചിപ്പ് കമ്പനിയായ എൻവിഡിയ. ദക്ഷിണ കൊറിയൻ സർക്കാരിനും സാംസങ് ഇലക്ട്രോണിക്സ്, SK ഗ്രൂപ്പ്, ഹ്യുണ്ടായി മോട്ടോർ ഗ്രൂപ്പ് തുടങ്ങിയ രാജ്യത്തെ പ്രമുഖ കമ്പനികൾക്കും വിതരണം ചെയ്യുമെന്ന് എൻവിഡിയ അറിയിച്ചു. ലോകമെമ്പാടുമുള്ള ഉൽപ്പന്നങ്ങളിലും സേവനങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംയോജിപ്പിക്കുന്നതിനുള്ള കമ്പനിയുടെ നയത്തിന്റെ ഭാഗമായാണ് ചിപ്പ് വിതരണം. ഈ ആഴ്ച എൻവിഡിയ $5 ട്രില്യൺ മൂല്യമുള്ള ലോകത്തിലെ ആദ്യത്തെ കമ്പനിയായി മാറിയിരുന്നു. ഏഷ്യയിലെ ഒരു AI ഹബ്ബായി ദക്ഷിണ കൊറിയയെ വികസിപ്പിക്കാൻ കരാർ സഹായിക്കുമെന്നാണ് നിഗമനം. ജൂണിൽ പ്രസിഡന്റായി അധികാരമേറ്റ ലീ ജെയ് മൂങ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് AI നിക്ഷേപത്തിന് മുൻഗണന നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിക്കിടെ പ്രസിഡന്റ് ലീ ജെയ് മൂങ്, എൻവിഡിയ CEO ജെൻസൺ ഹുവാങ്, കൊറിയയിലെ പ്രമുഖ കമ്പനികളായ സാംസങ്, SK, ഹ്യുണ്ടായി എന്നിവയുടെ തലവന്മാർ പങ്കെടുത്ത യോഗത്തിന് ശേഷമാണ് പുതിയ പ്രഖ്യാപനം. US-ചൈന വ്യാപാര യുദ്ധത്തിന്റെ ആഘാതത്തിൽ കമ്പനി പിടിമുറുക്കുന്ന സമയത്താണ് എൻവിഡിയയും കൊറിയയുമായുള്ള സഹകരണം എന്നതും ശ്രദ്ധേയം. ചൈനയിൽ നൂതന AI ചിപ്പുകൾക്കുള്ള എൻവിഡിയയുടെ വിപണി വിഹിതത്തിൽ ഇടിവുണ്ടാക്കിയതായി ഹുവാങ് അടുത്തിടെ വെളിപ്പെടുത്തി. ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി US സർക്കാർ ചൈനയിലേക്കുള്ള ചിപ്പ് കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രമുഖ ബ്രിട്ടീഷ് ഇലക്ട്രോണിക്സ് കമ്പനിയായ നത്തിങ്ങിന്റെ ഫോൺ 3A പരമ്പരയിലെ ഏറ്റവും പുതിയ മോഡലായ ഫോൺ 3A ലൈറ്റ് അവതരിപ്പിച്ചു. 30,000 രൂപയിൽ താഴെ വിലയോടെ നിരവധി AI ഫീച്ചറുകളുമായി എത്തുന്ന മിഡ് റേഞ്ച് ശ്രേണിയിൽപ്പെട്ട പുതിയ ഫോൺ എത്തിയിരിക്കുന്നത്. ഫോൺ 3A, 3A Pro എന്നിവയുടെ പിൻഗാമിയായാണ് പുതിയ ഫോൺ വരുന്നത്. ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്ത ഈ സ്മാർട്ട് ഫോൺ നിലവിൽ ചില യൂറോപ്യൻ, UK വിപണികളിൽ ലഭ്യമാണ്. ഇന്ത്യയിൽ ഈ ഉൽപ്പന്നം എന്നെത്തുമെന്ന് കമ്പനി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. 120 Hz അമോൾഡ് ഡിസ്പ്ലേ, ആൻഡ്രോയിഡ് 15ന്റെ ഉയർന്ന സവിശേഷതകൾ എന്നീ ഫീച്ചറുകളുമായി എത്തുന്ന മോഡൽ ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കുമ്പോൾ 30,000 രൂപയ്ക്ക് താഴെയായിരിക്കും വിലയെന്നാണ് പ്രതീക്ഷ. 8GB റാമും 128 GB വേരിയന്റുമുള്ള ഫോൺ 3A ലൈറ്റിന് ഏകദേശം 25,560 രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. 8GB റാമുമായി എത്തുന്ന 256 GB വേരിയന്റിന് ഏകദേശം 28,640 രൂപയും പ്രതീക്ഷിക്കുന്നു. ക്യാമറ വിഭാഗത്തിൽ 50MP പ്രൈമറി ക്യാമറ, 8MP അൾട്രാ വൈഡ് ക്യാമറ, 2MP മാക്രോ ലെൻസ് എന്നിവയാണ് വാഗ്ദാനം ചെയ്യുന്നത്. 16MP സെൽഫി, വീഡിയോ കോൾ ക്യാമറയും ക്യാമറ വിഭാഗത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.